അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്തയുടെ മദ്രസയിലെ 2ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കപ്പെട്ട ലിസാനുൽ ഖുർആനാണ് ക്ലാസ് എടുക്കുന്നത്. 2ാം ക്ലാസ് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ക്ലാസ്സുകളിലും ലിസാനുൽ ഖുർആൻ വിഷയം പ്രത്യേകമായി പഠിപ്പിക്കുന്നു. അറബി ഭാഷ എങ്ങനെയാണ് വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാൻ എന്ന് പരിശീലിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു കിതാബാണ് ലിസാനുൽ ഖുർആൻ. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മഹത്തായ ഒരു ഭാഷയാണ്. മുസ്ലിം ലോകത്തിന്റെ ഒരു ഭാഷയാണ് അറബി. ഖുർആനിന്റെയും പ്രവാചകന്റെയും സ്വർഗാവകാശികളുടെയും ഭാഷയാണ് അറബി. അതുകൊണ്ട് തന്നെ അറബി ഭാഷയ്ക്ക് പ്രത്യേകമായ പരിഗണന ഇസ്ലാം നൽകുന്നുണ്ട്. ലിസാനുൽ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് 8 പാഠങ്ങളിലായിട്ടാണ്. ഇതിൽ പരിചയപ്പെടുത്തുന്നത് ചെറിയ പദങ്ങളാണ്, ചെറിയ വാക്കുകളാണ്. ഹാദ, ഹാദിഹി, ദാലിക, തിൽക എന്നിങ്ങനെ കൊണ്ട് തുടങ്ങുന്ന സൂചനാപദമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ്, പദങ്ങളാണ് ഈ പാഠത്തിലൂടെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്കും ഉസ്താദുമാർക്കൊക്കെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ശാസ്ത്രീയമായി ഉണ്ടാക്കിയെടുത്തതാണ് ഈ ലിസാനുൽ ഖുർആൻ. ആദ്യമായി ഇതിൽ ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ആദ്യമായി ഇതിൽ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു ബൈത്താണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വളരെ ആസ്വദിച്ച് പഠിക്കാം. ഇനിയാണ് പാഠം 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അൻസലൽ ഖുർആന ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബഅദ്. അദ്ദർസുൽ അവൽ. 1ാമത്തെ പാഠം മാഞ്ച, മാംഗോ അഥവാ മാങ്ങ. മാങ്ങയുടെ അറബി പദമാണ് പഠിക്കുന്നത്. എന്താണ് അറബി പറയാ? മാഞ്ച എന്നാണ് അറബിയിൽ മാംഗോക്ക് പറയാം. അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ് താഴെ പറയുന്നത്. ഇത് മാഞ്ചാണ്, ഇത് മാങ്ങയാണ്, ഇത് ചക്കയാണ്. അപ്പൊ ഇത് എന്ന് അറബിയിൽ പറയുന്നതാണ് ഹാദ. ഹാദ എന്ന് ഉപയോഗിക്കുന്നത് അടുത്തുള്ള സാധനത്തെ ചൂണ്ടിക്കാണിച്ച് പറയാനുള്ളതാണ്. നോക്കൂ, ചില ഫ്രൂട്ട്സുകൾ പരിചയപ്പെടുത്താണ്. ഹാദ മൗസുൻ, ഇത് വാഴപ്പഴമാണ്. ഹാദ മാഞ്ച, ഇത് മാമ്പഴമാണ്. ഹാദ ബഖലുൻ, ഇത് ചീരയാണ്. ഹാദ തംറുൻ, ഇത് കാരക്കയാണ്. ഹാദ ഫനസുൻ, ഇത് ചക്കയാണ്. ഹാദ ബിത്തീഖുൻ, ഇത് വത്തക്കയാണ്. ഹാദ ബുർത്തുഖാലുൻ, ഇത് ഓറഞ്ചാണ്. ഹാദ ഐനബുൻ, ഇത് മുന്തിരിയാണ്. ഈ പാഠത്തിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഹാദ എവിടെയാണ് ഹാദ ഉപയോഗിക്കുക, ഹാദ ഉപയോഗിച്ചു കൊണ്ടുള്ള കാര്യങ്ങളാണ് പാഠത്തിലൂടെ പഠിക്കുന്നത്. ഇന്ന് നോക്കൂ, ആ റെഡ് കളറിൽ ഹാദ, അതിൽ യെല്ലോ കളറിൽ എഴുതി ഓരോന്നും കൂട്ടിക്കൊടുക്കുക. കൂട്ടിയിട്ടാണ് വായിക്കേണ്ടത്. ഹാദ മൗസുൻ, ഹാദ മാഞ്ച, ഹാദ ഫനസുൻ, ഹാദ തംറുൻ, ഹാദ ബുർത്തുഖാലുൻ, ഹാദ ബിത്തീഖുൻ, ഹാദ ബഖലുൻ, ഹാദ ഐനബുൻ. ഇത് എന്നർത്ഥം കുറിക്കുന്ന ഹാദ എന്ന പദമാണ് ഇവിടെ കുട്ടികളെ പ്രത്യേകമായി പഠിപ്പിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് നോക്കൂ. നഖ്റ ജഹ്റൻ, ഉറക്ക വായിക്കാനാണ്. കുട്ടികളെ ഉറച്ചത്തിൽ വായിക്കട്ടെ. ഹാദ ബാബുൻ, അതിന്റെ അർത്ഥം കൂടെ പറയും, ഇത് വാതിലാണ്. ഹാദ ഷുബാക്കുൻ, ഇത് ജനവാതിലാണ്. ഹാദ കുർസിയുൻ, ഇത് കസേരയാണ്. ഹാദ മിഫ്താഹുൻ, ഇത് താക്കോലാണ്. ഹാദ ഖുഫ്ലുൻ, ഇത് പൂട്ടാണ്. ഹാദ ജിദാറുൻ, ഇത് ചുമരാണ്.
ഹാദാ സുല്ലമുൻ, ഇത് കോണിയാണ്. ഹാദാ സരീറുൻ, ഇത് കട്ടിലയാണ്. അപ്പോൾ ഒന്നാമത്തെ പേജിൽ ഫ്രൂട്ട്സുകളെ പേരുകളും രണ്ടാമത്തെ പേജിൽ വസ്തുക്കളുടെ പേരുകളുമാണ് അറബിയിൽ നാം പഠിച്ചത്. അതിലെങ്ങനെയാണ് ഹാദ ഉപയോഗിക്കുക എന്നുള്ളതുമാണ് ഈ പാഠത്തിലൂടെ പ്രധാനമായും പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഹാദ വെച്ച് എഴുതി വെക്കാം. ഹാദ വെച്ചിട്ട് ചിത്രം നോക്കി പൂരിപ്പിക്കാനാണ്. ഹാദ മാഞ്ച, ഹാദ ബിത്തീഖുൻ, ഹാദ ഐനബുൻ, ഹാദ തംറുൻ. നമ്മുടെ കുട്ടികൾക്ക് അല്ലാഹു തആല നല്ല ഓർമ്മശക്തിയും ഗ്രഹണശക്തിയും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.